നമ്മളൊരു പൊതുക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അധികാരം കിട്ടി? നേർച്ചയിടാനും തൊഴാനും മാത്രമുള്ള അധികാരം കിട്ടിയിട്ടുള്ളൂ. വേറെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അതിനും വലിയൊരു ഉദാഹരണം നമ്മുടെ ശബരിമലയെ കുറിച്ചെടുത്തു. എൻ്റെ വാദിക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി അല്ലേ, ഏറ്റവും വലിയ ഉപനിഷത്ത് വാക്യമാണ് തത്വമസി. നീ തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മളവിടെ പോകുന്ന വന്നവനെയും നിന്നവനെയും പോണവനെയും ചുമട് കഴുതേനവരെ സ്വാമി എന്നാണ് വിളിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ വിളിക്കുന്നത്? ജാതിഭേദം ഒന്നുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, മലയിട്ട മനുഷ്യർക്ക് മാവേലി നാട് എന്നും കേട്ടിട്ടില്ല പാട്ട്? നമ്മൾ കോൾമയർ കൊള്ളുകയല്ലേ ഇരിക്കുന്നത്. ഇതൊക്കെ ശരി. അവിടെ പൂജാരി എടുക്കണം എങ്ങനെയാണ്? പൂജാരിയെ എടുക്കാൻ നേരത്ത് മാലയിട്ട മനുഷ്യരൊന്നും മാലോക നാടൊന്നുമല്ല, മലയാള ബ്രാഹ്മണൻ തന്നെ വേണമെന്നാണ് പത്രത്തിൽ വന്നത്. 25 കൊല്ലം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ് ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും താന്ത്രിക വിദ്യ അറിയാവുന്ന ആളുകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്താ.